UDFന് ഒരു 50-50 ചാൻസിൽ കൂടുതൽ നൽകാൻ ആവില്ല. മേയർ സ്ഥാനത്തൊരു തുടർച്ച രാജ്യത്തിന് ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഞാൻ ഇപ്പോൾ കാണുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള പാർട്ടി BJP തന്നെയാണ്. ഗ്രൂപ്പിസം അതുപോലെ തന്നെ നിൽക്കുന്നു. പലപ്പോഴും വളരെ അസുഖകരമായ അന്തരീക്ഷം പാർട്ടിക്കുള്ളിൽ സംജാതമാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപക്ഷെ കോൺഗ്രസിന് BJPക്കും CPMനും പിന്നാലെ 3ാം സ്ഥാനത്തേക്ക് പോകാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ കൂട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ആദ്യഘട്ടത്തിൽ മുൻ MLA KS ശബരിനാഥനടക്കം 48 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് കച്ചമുറുക്കിയിരിക്കുന്നത്. 100 സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് 10 അംഗങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. BJP CPM പോരാട്ടമായി ചുരുങ്ങാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ കൂട്ടി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയതിലൂടെ വ്യക്തമാകുന്നത്. ഭരണവിരുദ്ധ വികാരം, മേയർക്കെതിരായ ആരോപണങ്ങൾ തുടങ്ങിയവ LDFന് തിരിച്ചടിയാവുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾ BJPക്കും തലവേദനയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് ഒരു മുഴം നീട്ടിയെറിഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും CPMനൊക്കെയുള്ള പ്രതീക്ഷകൾ എത്രത്തോളമാണ് എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് സാറാണ് ഒപ്പമുള്ളത്. സാർ, വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് കോൺഗ്രസും ഒപ്പം തന്നെ UDFും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കും എന്ന് കണക്ക് കൂട്ടാമോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അപൂർവമായിട്ട് മാത്രമേ UDFും കോൺഗ്രസും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടില്ല എന്നല്ല, അത് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ്. പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലും ഒക്കെ പലപ്പോഴും UDFന് LDFനേക്കാൾ മേൽക്കോയ്മ ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ LDFന് വൻപൻ മേൽക്കോയ്മയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ലഭിക്കുന്നത് എന്നതും വിസ്മരിക്കാനാവില്ല. യഥാർത്ഥത്തിൽ UDF സംവിധാനം പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സ്വതസിദ്ധമായ ചില ദൗർബല്യങ്ങൾ അത് പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കളമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരന്തരം UDF മെച്ചമുണ്ടാക്കുന്നത് ദേശീയ വിഷയങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിൽ നിന്നും ഒരാളെ MP ആയി വിട്ടാലും കോൺഗ്രസിൽ നിന്ന് വിട്ടാലും സെയിം ഫലമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ BJPയെ കേന്ദ്രത്തിൽ എതിർക്കുന്നത് പ്രധാനമായും കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് എന്ന് സാധാരണഗതിയിൽ ഒരുപക്ഷെ BJP ഇതരർ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് LDF UDF സ്പേസ് തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് ലോക്സഭയിൽ. നിയമസഭയിൽ അങ്ങനെയല്ല, കടുത്ത പോരാട്ടം. UDFനും LDFനും ഒരുപോലെ തന്നെ വിജയസാധ്യതയുണ്ട്. BJP ശക്തമായ സാന്നിധ്യം തെളിയിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് വരുന്നത്. അപ്പം അവിടെയും BJP അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, അക്കൗണ്ടിൽ ഏതാനും സീറ്റുകൾ എണ്ണിച്ചേർക്കാനുള്ള സാധ്യത, ആഡ് ചെയ്യാനുള്ള സാധ്യതയും ഇപ്രാവശ്യം തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം വേറെയാണ്. ഇപ്പോൾ ഈ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ സാധ്യതകളെ കുറിച്ചാണ്. അവിടെ UDFന് യഥാർത്ഥത്തിൽ LDFനെതിരെ വരുന്ന ഒരുപാട് ആരോപണങ്ങൾ, സ്വർണ്ണപ്പാളി വിവാദം, മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കുമെതിരെയുള്ള വിവാദം, അതുപോലെ മറ്റ് കെടുകാര്യസ്ഥതകൾ എല്ലാം തന്നെ മുതൽക്കൂട്ടാകേണ്ടത് ആദ്യമായി UDFന് തന്നെയാണ്. പക്ഷേ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം വലിയ രീതിയിലാണ് LDFന് ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നത്. കാരണം LDFന്റെ കാഡറുകൾ വീടാന്തരം കയറി ക്ഷേമ പദ്ധതികളുടെ തോത് കൂട്ടുകയും അതുപോലെ നിരക്ക് കൂട്ടുകയും മറ്റ് സോപ്പുകൾ 10,000 കോടിയുടെ ആനുകൂല്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചത്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനങ്ങൾ. ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ മെച്ചപ്പെട്ട സംഘടനാ സംവിധാനം, മെച്ചപ്പെട്ട സീറ്റ് ഷെയറിംഗ് സംവിധാനം, മെച്ചപ്പെട്ട ഏകോപനം, CPI CPM തർക്കങ്ങൾ ഒന്നും വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും അവിടെ ഏകോപനമുണ്ട്. റിബലുകളുടെ സാന്നിധ്യം UDFിലുള്ളതിൻ്റെ അത്രയും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് LDFിൽ. എല്ലായിടത്തും റിബലുകൾ ഉണ്ടാകാം, ഈവൻ BJP മുന്നണിയിലും റിബലുകൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ UDFന് ഒരു 50-50 ചാൻസിൽ കൂടുതൽ നൽകാൻ ആവില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാകണം എന്നില്ല. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്ന ഒരിടം ആകണമെന്നില്ല
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തലത്തിലെ ഭരണവിരുദ്ധ വികാരം, അവിടെ ലോക്കൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാം. ഭൂരിപക്ഷം പഞ്ചായത്തുകളും അല്ലെങ്കിൽ നഗരസഭകളും കോർപ്പറേഷനുകളും ഒക്കെ LDF ആണ് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത്. അവിടെ UDF ഭരിക്കുന്ന ഇടങ്ങളിൽ UDFന് എഗൻസ്റ്റായും LDF ഭരിക്കുന്ന ഇടങ്ങളിൽ LDFന് എഗൻസ്റ്റായും ഉണ്ടാകാൻ സ്വാഭാവികമായ സാധ്യതയുള്ള ഭരണവിരുദ്ധ വികാരം ലോക്കൽ തലത്തിലാണ്. അതുകൊണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള വിഷയങ്ങൾ കാര്യമായി ചർച്ചയാകാൻ സാധ്യതയില്ലാത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സാമാന്യം മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ അത്ഭുതപ്പെടാനില്ല. ശരിക്കും BJPയെ സംബന്ധിച്ചും വലിയൊരു പരീക്ഷണമാണ് ഇത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്ന ശേഷമുള്ള ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിയുമോ? വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനാണ് എന്നിപ്പോൾ പറയാമെങ്കിലും ആ രൂപത്തിലല്ല രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നത്. ഇപ്പോൾ ശശി തരൂരിനെയൊക്കെ കോൺഗ്രസ് കാണുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖരനെ BJP കാണുന്ന ഒരു വ്യവസായിയാണ്. സംസ്ഥാനത്തിന് പുറത്ത് ഏറെക്കാലം ജീവിച്ച ഒരാളാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുകളില്ല, വലിയ പരിചയങ്ങളില്ല. ഗ്രൂപ്പ് വഴക്കുകളിൽ നട്ടം തിരിഞ്ഞ BJPയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പുകൾക്ക് അതീതനായി ഒരു വികസന റെറ്ററിക് കൊണ്ടുവരാൻ ത്രാണിയുള്ള ഒരാൾ എന്ന നിലയിലാണ് മുൻ MP കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. അദ്ദേഹം അതിശക്തമായ മത്സരം ശശി തരൂരിനെതിരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കാഴ്ചവെക്കുകയും വിജയത്തിന്റെ പടിവാതിൽക്കലെത്തി പരാജയപ്പെടുകയും ചെയ്ത ഒരാളാണ്. സോ രാജീവ് ചന്ദ്രശേഖർ നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം BJP മുന്നോട്ട് പോയി, ഒരു ത്രഷോൾഡ് ലെവലിൽ BJP നിൽക്കുന്നു എന്ന് പറയാം. പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഒരു 3-4 നിയമസഭാ സെഗ്മെന്റിലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സാന്നിധ്യമാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് നിയമസഭാ സെഗ്മെന്റിലും പാലക്കാട് സെഗ്മെന്റിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 2-3 നിയമസഭാ സെഗ്മെന്റിലും എല്ലാം BJP, തീർച്ചയായും ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ BJPക്ക് ഇപ്പോൾ ശക്തി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിന്നബിലിറ്റി ഉള്ള ഒരു പാർട്ടി എന്ന നിലയിൽ BJPയെ വളർത്തിക്കൊണ്ടു വരാനുള്ള ഒരു നിയോഗം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിലാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന നേതൃത്വം ഏൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ സംഘടനാ ജില്ലകൾ എന്നൊരു കോൺസെപ്റ്റ് BJPയിൽ കൊണ്ടുവന്നു. ഒരു ജില്ലകളെ പലതായി 2-ആയിട്ടോ 3-ആയിട്ടോ ഒക്കെ വീതിച്ച് സംഘടനാ ജില്ലകൾ, BJPയുടെ സംഘടനാ ജില്ലകൾ രൂപീകരിക്കുകയും അതിന് തലപ്പത്ത ആളുകളെ പ്രതിഷ്ഠിക്കുകയും അതിന് കമ്മിറ്റി ഉണ്ടാവുകയും എല്ലാം ചെയ്തു. വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ തന്നെ നടത്തി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു നിലപാടാണ് BJPക്കുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള പാർട്ടി BJP തന്നെയാണ്. കാരണം ഇടതുപക്ഷത്തു നിന്നും UDFിൽ നിന്നും ഒക്കെ ചോരുന്ന വോട്ടുകൾ BJPക്ക് മുതൽക്കൂട്ടാകേണ്ടതാണ്. അത് നമ്മൾ കണ്ടു. ഇടതുപക്ഷത്തു നിന്ന് ഒരിക്കലും ചോരില്ല എന്ന് കരുതിയ പല മേഖലകളിൽ നിന്നും കൊല്ലം, ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളുടെ ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു പരിധിയിൽ നിന്നും വലിയ തോതിലാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചോർന്നത്. അത് എത്തിച്ചേർന്നിരിക്കുന്നത് BJPയിലേക്കാണ് എന്നും കാണാം. ഈ ട്രെൻഡ് ആവർത്തിക്കപ്പെട്ടാൽ BJPക്ക് നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും അധികം BJPക്ക് ഒരു 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 വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വിഷയങ്ങളിൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെയുള്ളത്, അതിന് പ്രയോജനമെടുക്കേണ്ടത് ആരാണ്? മുഖ്യ പ്രതിപക്ഷം നിലവിൽ ഇപ്പോഴും UDF സംവിധാനം തന്നെയാണ്. അതുകൊണ്ട് BJPക്ക് കുറേയൊക്കെ പ്രാദേശികമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പഞ്ചായത്തിൽ വൻതോതിൽ വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ ഇപ്പോഴും BJP അതിശക്തമായ ഒരു സാന്നിധ്യമാണ് എന്ന് പറയാനാവില്ല. 20% വരെ വോട്ട് ഷെയർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കിൽ BJPക്ക് ലഭിച്ചു. അത് വളരെ വലിയ വോട്ട് ഷെയറാണ്. കൃത്യമായി 3ആയി പകുത്താൽ 33-34% വോട്ട് ഷെയർ വരേണ്ടത് ഒരു വിന്നബിലിറ്റിക്ക് വേണ്ടി. പക്ഷെ ആ രീതിയിൽ ഇവിടെ വരുന്നില്ല. ചില ഏരിയകളിൽ BJPക്ക് 30%, 35% വരെ വോട്ട് ഷെയർ ഉണ്ട്. മറ്റ് ഇടങ്ങളിൽ വളരെ കുറവാണ്, 10%, 15%-ലേക്ക് താഴ്ന്നു. ശരാശരി ഒരു 20%-ഓളം ലോക്സഭാ കണക്കനുസരിച്ച്. പക്ഷെ ആ ലോക്സഭാ കണക്ക് അനുസരിച്ച് കൃത്യമായി നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ അതിനെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോക്സഭയിൽ മോദി പ്രഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ നിയമസഭയിൽ അങ്ങനെയല്ല. ലോക്കൽ വിഷയങ്ങൾ അവിടെ പരിഗണനാ വിഷയമാകും. BJP സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്ന ഒരു ചിന്ത ഇപ്പോൾ നിലവിലില്ല. ഒരു പക്ഷേ ഭാവിയിലേക്ക് ഒരു നിക്ഷേപം എന്ന നിലയിൽ പലരും BJPയെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഗ്രൂപ്പിസം ഒഴിവാക്കുക എന്ന ഒരു ദൗത്യമുണ്ട്. പക്ഷേ ഗ്രൂപ്പിസം അതുപോലെ തന്നെ നിൽക്കുന്നു. പലപ്പോഴും വളരെ അസുഖകരമായ അന്തരീക്ഷം പാർട്ടിക്കുള്ളിൽ സംജാതമാകുന്നു. രാജീവ് ചന്ദ്രശേഖരൻ അത് കൈകാര്യം ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
പക്ഷേ അദ്ദേഹത്തിനെതിരെയും ചില ആരോപണങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നു. പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങളുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ പഴയ വിഷയങ്ങളാണ്. അതിപ്പോഴും കുത്തിപ്പൊക്കി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷേ അതിനെയൊക്കെ എത്രത്തോളം BJP അതിലംഘിക്കും? സീറ്റ് വിഭജനം ഇപ്പോഴും, സീറ്റ് ധാരണ ഇപ്പോഴും മറ്റ് പാർട്ടികളെ പോലെ തന്നെ BJPക്കും ഒരു മാസ് ക്യാരക്ടർ വന്നു കഴിഞ്ഞു. ഒരു കേഡർ പാർട്ടി എന്നതിൽ നിന്നും ഒരു മാസ് പാർട്ടി എന്ന നിലയിലേക്കുള്ള BJPയുടെ വളർച്ചയിൽ സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തമാണ് ഈ സീറ്റ് തർക്കങ്ങളും പടലപിണക്കങ്ങളും എല്ലാം തന്നെ. അതെല്ലാം തന്നെ കോൺഗ്രസിനെ പോലെ തന്നെ BJPയെയും ബാധിച്ചിരിക്കുന്നു. എങ്കിലും ചില പഞ്ചായത്തുകളിലെങ്കിലും ഭരണത്തിൽ വരാനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും BJPക്ക് കഴിയും എന്നതാണ് BJPയുടെ ഉത്തമ ബോധ്യം. പതിവിന് വിപരീതമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തും മുന്നേ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് പൂർത്തിയാക്കിയിരിക്കുന്നു. മുൻ MLA ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥി. 10 നിന്ന് 51 സീറ്റുകളാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നാണ് K. മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മുഴം മുമ്പേ തന്നെ എറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. എത്രത്തോളം നേട്ടമാകും ഇത് കോൺഗ്രസിന്? തലസ്ഥാനം കോൺഗ്രസിന്റെ കൈപ്പിടിയിലാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് ശശി തരൂരിലൂടെ നിരന്തരം ജയിച്ചു കയറുന്നു, അത് സത്യം. പക്ഷേ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപക്ഷേ കോൺഗ്രസിന് BJPക്കും CPMനും പിന്നാലെ 3ാം സ്ഥാനത്തേക്ക് പോകാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. കാരണം തിരുവനന്തപുരത്തിൻ്റെ ഒരു അടിസ്ഥാന രീതിശാസ്ത്രം പരിശോധിക്കുമ്പോൾ നഗരമേഖലയിലെ വോട്ടിൽ BJPക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. BJP 30 സീറ്റുകളുടെ എണ്ണം കൂട്ടി വരികയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സീറ്റുകൾ 10 എണ്ണത്തിൽ തറച്ച് നിൽക്കുകയാണ്. 101 വാർഡുകളുണ്ട്. അതിൽ 10 എണ്ണമെന്ന് പറയുമ്പോൾ 10-1 സാന്നിധ്യം മാത്രമേ കോൺഗ്രസിനുള്ളൂ. അതും ചില തീരദേശ മണ്ഡലങ്ങളിലെ തിങ്കത്തൊലിക്ക സാന്നിധ്യം ഉൾപ്പെടെയുള്ള മേഖലകളിലും മറ്റ് ചില ഒറ്റപ്പെട്ട തുരുത്തുകളിലും മാത്രമായി സ്ഥാനാർത്ഥികളുടെ മികവിൽ കൂടിയാണ് കോൺഗ്രസ് നേട്ടം കൈവരിക്കുന്നത്. ഇപ്പോൾ ഈ ദൗർബല്യങ്ങൾ മറികടക്കാനാണ് വളരെ നേരത്തെ തന്നെ സീറ്റ് വിഭജന ചർച്ചകളും. ഇപ്പോൾ CMPക്ക് സീറ്റ് കൊടുക്കുന്നു, അതുപോലെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ പല കക്ഷികൾക്കും ഈ ചെറിയ കക്ഷികളെ ഉൾപ്പെടെ പിണക്കാതെ കൂട്ടത്തിൽ കൊണ്ടുപോയി പോകാനും 101 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് കണ്ടെത്താനും ഉള്ള നീക്കങ്ങളാണ്. അതുകൊണ്ട് കോൺഗ്രസിന് കോർ കമ്മിറ്റി സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ജംബോ കമ്മിറ്റികളുടെ കാലമാണല്ലോ. ഇപ്പം സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ് എന്ന് വേണ്ട വലിയ ജംബോ സംവിധാനമാണ് KPCCക്ക്. അതുപോലെ വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും എണ്ണം കൂട്ടിമുട്ടിയിട്ട് താഴെ വീഴുന്ന ഗതിയിലാണ്. അപ്പം അത്രയും വലിയ ജംബോ കമ്മിറ്റികൾക്ക് ഒരിക്കലും പ്രവർത്തിക്കാനാവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരുപക്ഷെ കോർ കമ്മിറ്റി സംവിധാനം മുൻ KPCC അധ്യക്ഷന്മാരും നിലവിലെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റ് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു സമിതി. ആ സമിതിയാണ് തെരഞ്ഞെടുപ്പുകൾക്ക് മൊത്തത്തിൽ മേൽനോട്ടം വഹിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും. ഇപ്പോൾ ഇതാ K. മുരളീധരൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പേര് കൂടെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പം വളരെ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹം ഒരു പാൻ കേരള ലെവലിൽ എവിടെയും മത്സരിക്കാൻ സന്നദ്ധമാവുന്ന ഒരു ഫൈറ്റർ ഇമേജാണ് കരുണാകരൻ്റെ പുത്രനായ K. മുരളീധരന് ഉള്ളത്. തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോയി എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപക്ഷെ വട്ടിയൂർക്കാവ് സീറ്റ് അദ്ദേഹത്തിന് മോഹം ഉണ്ടാകാം തിരുവനന്തപുരത്തേക്ക് വരാൻ. അതുകൊണ്ട് തിരുവനന്തപുരം പ്രവർത്തന കേന്ദ്രമായി വരികയും തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ വലിയ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്റ്റീജിൻ്റെ വിഷയമായി അദ്ദേഹം അത് എടുത്തിരിക്കുന്നു. അതുപോലെ ഈ K. ശബരിനാഥൻ വലിയ യുവ നേതാവാണ്. G. കാർത്തികേയൻ്റെ മകനാണ്, മുൻ MLA ആണ്. അപ്പം അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു മുഖത്തെ അദ്ദേഹത്തിൻ്റെ വാർഡ് ഇപ്പോൾ സംവരണ വാർഡായിട്ട് മാറി. ആ സംവരണ വാർഡ് മാറി ഇപ്പോൾ കവടിയാർ വാർഡിൽ മത്സരിക്കുന്നു. ശാസ്താമംഗലം വാർഡിൽ നിന്നും മാറി കവടിയാർ വാർഡിൽ അദ്ദേഹം താമസിക്കുന്ന തൊട്ടടുത്തുള്ള പ്രദേശത്തെ രാജ്ഭവനൊക്കെ ഇരിക്കുന്ന കവടിയാർ വാർഡിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ജയിച്ചു വന്നാൽ, UDF സംവിധാനം വിജയിച്ചാൽ ചെറുപ്പക്കാരനായ K. ശബരിനാഥനെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക്, മേയർ സ്ഥാനത്തേക്ക് അവരോധിക്കാം. അതുകൊണ്ട് നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പലപ്പോഴും കോൺഗ്രസിന് കഴിയാറില്ലായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോഴങ്ങനെയല്ല. കൃത്യമായി ശബരിനാഥനായിരിക്കും തങ്ങളെ നയിക്കുക
ഇതൊരു വലിയ ഒരു ആവേശം പടർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സാമുദായിക സമവാക്യങ്ങളെല്ലാം നോക്കുമ്പോൾ സാമുദായിക പരിഗണനകൾ ഉൾപ്പെടെ ശബരിനാഥന് അനുകൂലമായി വരുന്നു. ഈ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളായിരിക്കണം പലപ്പോഴും തിരുവനന്തപുരത്തെ മേയർ എന്നൊരു ചിന്തയുണ്ട്. അത് LDFിലും കഴിഞ്ഞ പ്രാവശ്യത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. അത് UDFും അതേ പാറ്റേൺ പിന്തുടരുന്നു എന്നുകൂടി കരുതാം. അപ്പോൾ UDFിന് നില മെച്ചപ്പെടുത്താൻ കഴിയുമായിരിക്കും. പക്ഷേ കോർപ്പറേഷൻ ഭരണത്തിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ എത്താൻ തക്ക വിതിൻ കോഴ്സ് വലിപ്പം UDFിനുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റ് കോർപ്പറേഷനുകൾ അങ്ങനെയല്ല. നഷ്ടപ്പെട്ടു പോയ എറണാകുളം കോർപ്പറേഷൻ മറ്റ് പല കോർപ്പറേഷനുകളും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തെ സവിശേഷമായ സാഹചര്യത്തിൽ BJP ശക്തമായ സാന്നിധ്യമാണ്. ഇടതുപക്ഷത്തിനും സാമാന്യം നല്ല ശക്തിയുണ്ട്. ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് പോവുകയാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് BJPക്കും LDFിനുമാണ് തിരുവനന്തപുരത്തെ പ്രത്യേക സാഹചര്യത്തിൽ. ഇനി നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷകൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. സർ തലസ്ഥാനവാസിയാണ്, ഇവിടെ തന്നെ ജീവിക്കുന്ന ആൾ എന്ന നിലയിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള LDF ഭരണസമിതി ഈ നഗരഭരണത്തിൽ എത്രത്തോളം വിജയിച്ചു? ഇത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും? ശ്രീമതി ആര്യ രാജേന്ദ്രൻ 5 വർഷം മേയർ പദവിയിൽ പൂർത്തിയാക്കുകയാണ്. വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ നാളിതുവരെയുള്ള കാര്യങ്ങൾ. എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നു. പലപ്പോഴും അത് പോസിറ്റീവ് കാരണങ്ങളാലല്ല, നെഗറ്റീവ് കാരണങ്ങളാണ്. ആദ്യം വലിയ പ്രതീക്ഷയാണ്. ഒരു വിദ്യാർത്ഥിയായിരുന്ന, ഒരു ഡിഗ്രി വിദ്യാർത്ഥി മാത്രം ആയിരുന്ന വളരെ ചെറുപ്പക്കാരിയായ ഒരാൾ നഗരസഭ അധ്യക്ഷ സ്ഥാനത്ത് വരികയാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് വരികയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് CPM ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ചത്. പക്ഷെ വളരെ പെട്ടെന്നാണ് ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയും ആര്യ രാജേന്ദ്രൻ്റെ കഴിവിലുള്ള വിശ്വാസക്കുറവല്ല, മറിച്ച് ഒരു തിരുവനന്തപുരം പോലെയുള്ളൊരു മഹാനഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ മാനേജ് ചെയ്യുമ്പോൾ അതീവ സങ്കീർണമായ ഒരു അന്തരീക്ഷമാണ്. സ്വന്തം പാർട്ടിയുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള സംഘർഷങ്ങളെ നേരിടുക, പുറമെ നിന്നുകൊണ്ട് വിവാദങ്ങൾ പ്രത്യേകിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ ഒക്കെ നടത്തുമ്പോൾ പാലിക്കേണ്ട ചില മിതത്വം, അപ്പം പക്വതയാർന്ന ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഉടമ എന്ന് കൃത്യമായി പറയാനാവാത്ത ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് LDFിന് പലപ്പോഴും ഒരു അക്കിലസ് ഹീലാകുന്നത് ഈ മേയർ സ്ഥാനമാണ്. പക്ഷേ മുൻപ് മേയറായിരുന്ന പ്രശാന്ത് വളരെ ജനകീയമായ മേയർ ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ജനം നെഞ്ചിലേറ്റിയ ഒരാളാണ്. പലപ്പോഴും കമ്പാരിസൺ വരുന്നത് മുൻ മേയർ ഇപ്പോഴത്തെ മേയർ, ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ പ്രശാന്ത് മുകളിലേക്ക് കയറി പോയി. പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ ഗ്രാഫ് അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് തലസ്ഥാനവാസി തന്നെയാണ് ഞാൻ. ഇവിടെ തലസ്ഥാനത്ത് ജനിച്ചു വളർന്ന ആളാണ്. അതിന് വെളിയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കൃത്യമായ തലസ്ഥാനത്ത് തന്നെ ജീവിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇതിൻ്റെ സ്പന്ദനങ്ങൾ അടുത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത് ആ വൈബ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആര്യ രാജേന്ദ്രൻ്റെ ലീഡർ ആര്യ രാജേന്ദ്രൻ എന്ന രീതിയിൽ ഒരിക്കലും LDFിനി ആര്യ രാജേന്ദ്രനെ ഫീൽഡ് ചെയ്യുമോ എന്നറിയില്ല. ഫീൽഡ് ചെയ്താൽ തന്നെ ജയിച്ചു വരുമോ എന്നറിയാനാവില്ല. ജയിച്ചു വന്നാൽ തന്നെ മേയർ സ്ഥാനത്തൊരു തുടർച്ച ആര്യ രാജേന്ദ്രൻ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഞാൻ ഇപ്പോൾ കാണുന്നില്ല.